ഹായ്, വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 50% താഴെ പോയിട്ടുള്ള ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പേപ്പർ കമ്പനിയെക്കുറിച്ചാണ്. 1962 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ പേപ്പർ കമ്പനി ചില കാരണങ്ങൾ കൊണ്ട് പ്രൈസ് 50% താഴേക്ക് പോവുകയുണ്ടായി. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? അത് ലോങ് ടൈമിലേക്ക് കമ്പനിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമോ? അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഫേമാണ്. ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ ഡെയിലി ബേസിൽ തന്നെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 639 52 വീക്ക് ഹൈ പ്രൈസ്, 276 52 വീക്ക് ലോ പ്രൈസ്. ലോയിൽ നിന്ന് അത്യാവശ്യം ഉയർന്ന ലെവലിലാണിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 312 ഇപ്പോഴത്തെ കമ്പനിയുടെ പ്രൈസ്. 5291 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഹൈ പ്രൈസും ഇപ്പോഴത്തെ ട്രേഡ് ചെയ്യുന്ന പ്രൈസും വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് 50% ഡിസ്കൗണ്ടിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 311, ഇപ്പോഴത്തെ പ്രൈസ് 312. നല്ലൊരു കമ്പനി ബുക്ക് വാല്യൂവിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നോർമലി ഒരു 3 ഇരട്ടി ഒക്കെ ഉയരത്തിലാണ് നമുക്ക് കിട്ടുള്ളൂ. നോർമലി ബുക്ക് വാല്യൂ ഒരു 300 ആണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 900 ആയിരിക്കും ഇന്ത്യയിലെ കമ്പനികളനുസരിച്ച് കേട്ടോ. കാരണം ഇന്ത്യ കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് പോകുന്നത്. ഈ മാർക്കറ്റ് കറക്ഷനിൽ കുറേയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോഴും നല്ല കമ്പനികൾ അല്പം ഓവർ വാല്യൂഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ 1 ആയിട്ടുള്ള ഈ കമ്പനിയുടെ വരവ്. പ്രൈസ് താഴേക്ക് പോകാനുള്ള കാരണങ്ങളുണ്ട്, നമുക്കത് ചെക്ക് ചെയ്യാം. പിട്രോസ്കി സ്കോർ 2 സൈറ്റിൽ 2 ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ അനലൈസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു സൈറ്റ് സ്ക്രീനറാണ്, ഒരു സൈറ്റ് ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈനിൽ പിട്രോസ്കി സ്കോർ 6 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, സ്ക്രീനറിൽ അത് 7 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ട്രെൻഡ് ലൈൻകാർ 3 സ്കോറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സ്കോറുകൾ പോസിറ്റീവും 1 സ്കോർ നെഗറ്റീവുമാണ്. മൊമെൻറ്റം സ്കോറാണ് നെഗറ്റീവ് എന്നല്ല, ന്യൂട്രൽ എന്ന് പറയാം. ഒരു മൊമെൻറ്റം കമ്പനിയിലേക്ക് ആയിട്ടില്ല, അതാകുന്നതിന് മുമ്പ് കവർ ചെയ്യുക എന്നായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. ഈ സൈറ്റ് അനുസരിച്ചിട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് കമ്പനി മൂവ് ചെയ്തിട്ടില്ല. ഡ്യൂറബിലിറ്റി സ്കോർ ഫിനാൻഷ്യലി സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്, അത് 60 100, ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. വാല്യുവേഷനും നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. വാല്യുവേഷൻ വളരെ നല്ല അഫോർഡബിൾ വാല്യുവേഷനിലാണ് കമ്പനി അവൈലബിൾ ആയിട്ടുള്ളത്. 69.7 ഇവർ സ്കോർ കൊടുത്തിരിക്കുന്നത് 100. റാങ്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 13 പോസിറ്റീവ് കാര്യങ്ങളും 10 നെഗറ്റീവ് കാര്യങ്ങളും കമ്പനിയിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, കമ്പനി ഹാസ് സീൻ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഇൻ ലാസ്റ്റ് 8 ക്വാർട്ടേഴ്സ്. അവസാന 8 ക്വാർട്ടറുകളിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോയാണ്, നെഗറ്റീവാണ്. കാരണം അങ്ങനെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനി ലോങ് ടൈമിലേക്ക് നല്ലതായിരിക്കും. അങ്ങനെ പ്രോഫിറ്റ് ഗ്രോത്ത് ഇല്ലാത്ത കമ്പനി ചില സമയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ അത് വാങ്ങുന്നത് എപ്പോഴും താഴെ ലെവലിൽ നിന്നായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ലാസ്റ്റ് 8 ക്വാർട്ടറുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് ഗ്രോത്തും കമ്പനിക്കില്ല. കമ്പനിക്ക് ഹൈ പിട്രോസ്കി സ്കോർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, 6 ആണ്. ട്രെൻഡ് ലൈൻ അനുസരിച്ചിട്ട്, അതായത് ഈ സൈറ്റ് അനുസരിച്ചിട്ട് പിട്രോസ്കി സ്കോർ 6 ആണ്. അപ്പോൾ ഇത്രയുമാണ് നെഗറ്റീവ് കാര്യങ്ങൾ. ബാക്കി കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഡെപ്റ്റ് കുറവാണ്, ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്, ROE സ്ട്രോങ് ആണ്, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ പോസിറ്റീവാണ്, FISും DISും സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടർ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന വളരെ കുറവാണ്, വീണ്ടും അവർ പ്ലഡ്ജ് ചെയ്യുന്നില്ല. പ്രൊമോട്ടർ ബൈയിങ് സ്റ്റേബിൾ അല്ലെങ്കിൽ പോസിറ്റീവ്, സ്റ്റേബിളായിട്ട് നിൽക്കുന്നു, അതായത് പ്രൊമോട്ടർ വിൽക്കുന്നില്ല. ലാസ്റ്റ് 3 മാസമായിട്ട് ഇൻസൈഡേഴ്സ് ഈ സ്റ്റോക്ക് വിറ്റിട്ടില്ല, അതെല്ലാം പോസിറ്റീവാണ്. നെഗറ്റീവ് വരുന്നത് മറ്റ് പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി പിയർ തരുന്ന റിട്ടേൺ, അതിനെക്കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ ലോങ് റണ്ണിൽ കമ്പനി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നെഗറ്റീവാണ്. ഇൻഡസ്ട്രി മീഡിയനെ കഴിഞ്ഞും പ്രോഫിറ്റ് ഗ്രോത്ത് ഈ കമ്പനിക്കില്ല, നെഗറ്റീവാണ്. എന്നാൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ഇൻഡസ്ട്രി മീഡിയനെ കഴിഞ്ഞും കൂടുതലാണ്, പോസിറ്റീവാണ്. ഹിസ്റ്റോറിക്കൽ PE നോക്കുമ്പോൾ സ്റ്റോക്ക് ബൈ സൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ചുകൂടി താഴാനുണ്ട്. അപ്പോൾ ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇതൊരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പരിഗണിക്കാം. അതിനുശേഷം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഡിസിഷൻ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഒരു ബൈ സൈഡിലല്ല, കുറച്ചുകൂടി താഴാനുണ്ട്. കമ്പനിയുടെ വാല്യുവേഷൻ സ്കോർ നല്ലതാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ലൊരു വാല്യുവേഷനിലാണ് നിൽക്കുന്നത്.
അതുപോലെ മൊമെൻ്റം സ്കോർ ഷോസ് ബുള്ളിഷ് എസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ മോഡിൽ കണ്ടത് അത്ര എസ് അല്ല, ന്യൂട്രലാണ് എന്നാണ് കണ്ടത്. പിന്നെ കുറച്ച് മൂവിങ് ആവറേജുകളാണ്. മൂവിങ് ആവറേജൊക്കെ വെച്ച് നോക്കുമ്പോൾ ബൈ സൈഡ് ആയിട്ടില്ല. സ്റ്റോക്കിൽ ആക്റ്റീവ് ബ്രേക്കൗട്ട് നടന്നിട്ടില്ല, പോസിറ്റീവ് ബ്രേക്കൗട്ട് നടന്നിട്ടില്ല. സ്റ്റോക്ക് ഹാസ് ബുള്ളിഷ് ക്യാൻഡിസ്റ്റിക്സ്, അതായത് ക്യാൻഡിസ്റ്റിക് ഒക്കെ അനുസരിച്ചിട്ട് ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യത്തിൽ ഒരു ചേഞ്ച് കമ്പനിയിൽ വന്നിട്ടുണ്ട്. പി വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ബൈ ഓർ സെൽ സോൺ ആണോ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൽ സോൺ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല പി റേഷ്യോയിലാണ് നിലനിൽക്കുന്നത് കമ്പനി നിൽക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പി റേഷ്യോ 8.69 ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 11.5. ഇത് വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രി പിനെ കഴിഞ്ഞും താഴ്ന്നാണ് കമ്പനി നിൽക്കുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ കുറച്ചുകൂടെ താഴ്ന്നത് നന്നായിരിക്കും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5291 കോടിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 0.55% ഇൻക്രീസാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്ന ചാർട്ടാണ് നമ്മൾ കാണുന്നത്. വലിയ ഡിക്ലൈൻ ഇവിടെ കാണുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും ഒക്കെ നെഗറ്റീവാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എബോവ് ഇൻഡസ്ട്രി മീഡിയൻ, അതായത് ശകലം ബെറ്ററാണ്, അത്രയേ ഉള്ളൂ, ഭയങ്കര ബെറ്ററൊന്നുമല്ല. ഓപ്പറേറ്റിംഗ് റവന്യൂ ഗ്രോത്ത് ഇൻഡസ്ട്രി മീഡിയനെ കഴിഞ്ഞ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ, റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റഡിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഷെയർ പ്രൈസ് ഇത്രയും ഇടിഞ്ഞത്. 50% ഡിസ്കൗണ്ടിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ചിലപ്പോൾ 60-70 ആയേക്കാം അല്ലേ, ആകാതിരിക്കാം. കാരണം ഏകദേശം ഒരു 275 ഇടിഞ്ഞിട്ടാണ് ഇപ്പോൾ 312 നിൽക്കുന്നത്. അവിടെ നിന്നൊരു റിവേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ലോയിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല, കാത്തിരുന്ന് കാണുക തന്നെ വേണം. പ്രൈസിൻ്റെ അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലിയും വീക്കിലി എടുക്കാം. അപ്പോൾ വീക്കിലി റേഞ്ചിൽ ഒരു 1.9% ഒരു ഡൗൺ ഉണ്ടെങ്കിലും മന്ത്ലിയിൽ 9.6% അപ്പുണ്ട്. മന്ത്ലി ലോ എന്ന് പറയുന്നത് 275.8 ഇപ്പോഴത്തെ പ്രൈസ് 312.4. അതുപോലെ തന്നെ 336.5 ഉയരുകയും ചെയ്തായിരുന്നു. അപ്പോൾ മന്ത്ലി പ്രൈസിലൊരു അപ്പ് നമുക്ക് കാണുന്നുണ്ട്. 1 ഇയർ റിട്ടേൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് നമ്മളിവിടെ കാണുന്നത്. ഏതാണ്ട് ഒരു 3% നെഗറ്റീവ് റിട്ടേൺ. ഈ സ്റ്റോക്ക് ഹൈ പോയിരിക്കുന്നത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. 639 ഒരു വലിയൊരു കറക്ഷൻ ഇതിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഓൾ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ഭാഗം റിട്ടേൺ തന്നിട്ടുള്ള സ്റ്റോക്കാണ് ഇതെന്ന് കാണാനായിട്ട് സാധിക്കും. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും 40 രൂപയ്ക്കും ഒക്കെ ട്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണിത്. 3 അനലിസ്റ്റുകൾ ഇതിൽ ബൈ സൈഡ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവരാരൊക്കെയാണ് എന്ന് നമുക്കിവിടെ അവൈലബിൾ അല്ല. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് അത് കിട്ടാവുന്നതാണ്. എന്നാലും 3 പേര് മാത്രമാണ് ചെയ്തേക്കുന്നത്. ആരും സെൽ സൈഡിലേക്ക് ആരും വന്നിട്ടില്ല. അതുപോലെ തന്നെ റവന്യൂവും എക്സ്പെൻസും പ്രോഫിറ്റും ഒക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാവുന്നതാണ്. ആനുവൽ റവന്യൂ പോസിറ്റീവാണ്, 4.19%. ഞാനിത് ഓടിച്ചു വിടാം കേട്ടോ. എന്നാൽ നെറ്റ് പ്രോഫിറ്റ്, ആനുവൽ നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവാണ്, 6.19%. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല. FISൻ്റെ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശകലം ഉയർച്ചയാണ് അല്ലേ. കഴിഞ്ഞ ക്വാർട്ടറിൽ 11.37, അടുത്ത ക്വാർട്ടറിൽ 12.18 ഡിസംബറിൽ ശകലം ഉയർച്ചയാണ്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്ങിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ഉയർച്ചയാണ്, 4.95%. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്ങും ഒക്കെ കുഴപ്പമില്ല, എല്ലാവരും ഹോൾഡ് ചെയ്യുന്നുണ്ട്. JK പേപ്പർ എന്ന് പറയുന്ന കമ്പനി തീർച്ചയായിട്ടും ഒരു നല്ല കമ്പനി തന്നെയാണ്. പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ പോയിട്ടുണ്ട്. അതിൽ ഒരു കാരണം, നമ്മളിപ്പോൾ കുറേ കാരണങ്ങൾ ഡിസ്കസ് ചെയ്തു. മറ്റൊരു കാരണം, കമ്പനിയിലൊരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ ഫയൽ ചെയ്തേക്കുന്നതാണ്. എക്സ്ചേഞ്ചിൽ ട്രേഡ് യൂണിയൻ സ്ട്രൈക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഗുജറാത്ത് യൂണിറ്റിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കുറച്ച് നാളത്തേക്ക് തടസ്സപ്പെടും എന്നുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് അവർ എക്സ്ചേഞ്ചിന് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം, ഇതൊക്കെ ലോങ് റണ്ണിലേക്ക് നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും. ഇപ്പോൾ സ്ട്രൈക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ, അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റും. റവന്യൂ കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും. സെയിൽസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് മിക്ക കമ്പനികളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാലത്തും എല്ലാ കമ്പനികളും ഒരേപോലെ പോവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കമ്പനികളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഫ്യൂച്ചറിൽ ഇതിനൊക്കെ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നല്ല കമ്പനി ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്.